നിനക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് വേണ്ടല്ലോ ഈ കുടുംബം നോക്കാനായി, നീ അതുകൊണ്ട് നിന്റെ കാര്യങ്ങൾ നോക്കിക്കോ, നിന്റെ സ്വപ്നം റെഡിയാകുന്നത് വരെ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഒരപ്പൻ പറയുമ്പോൾ ആ മകന് കിട്ടുന്ന കരുത്തെന്താണെന്നറിയാം. തെറ്റിപ്പോയ ഒരു കുഞ്ഞിനെ പിടിച്ചിരുത്തി ക്രോസ് വിസ്താരം ചെയ്ത് കുടുംബത്തിൽ മുഴുവൻ അസ്വസ്ഥതയുണ്ടാക്കുന്നതിന് പകരം മോളെ പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം, എന്താ പറ്റിയത്, സമാധാനത്തോടെ ഇങ്ങനെ ചോദിച്ച് ആ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ സമാധാന അന്തരീക്ഷം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ലേ? തോറ്റുപോയ പരീക്ഷയുടെ ഭാരവുമായി വരുന്നൊരു കുഞ്ഞിനെ വടിയുടെ കാഠിന്യം കൊണ്ട് വീണ്ടും പേടിപ്പിക്കുന്നതിന് പകരം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അവനോട് പറയണം, നമുക്ക് അടുത്ത തവണ പിടിക്കാം. ആ കുടുംബത്തിൽ മാത്രമല്ല അവൻ്റെ കുടുംബത്തിലും വന്നു ചേരുന്നൊരു ശാന്തതയുണ്ടല്ലോ, ഒരു സമാധാനവും സ്വസ്ഥതയുണ്ട്. ഇന്നത്തെ ജോലി ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇന്ന് ജോലി ഇല്ലാതെ തിരിച്ചു വന്നു, ഈ മാസത്തെ സാലറിയിൽ പലതും ഇങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥതപ്പെടുന്ന ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് സാരമില്ലാന്നേ, ഇത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല, ഈ മാസത്തെ ഔട്ടിങ് നമുക്ക് മാറ്റാം. എന്തൊരു സമാധാനമായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ കുടുംബത്തിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നതിന് പകരം ഉള്ളത് വെച്ച് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരാ കുടുംബത്തിന് കൊടുക്കുന്ന ഇങ്ങനെ സമാധാനം കൊടുക്കുന്ന മാലാഖമാരെ കണക്ക് ജീവിക്കും.